ഫസ്റ്റ് ഫുഡ് വ്ളോഗിന്റെ BTS ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആദ്യം നമ്മുടെ ഫുഡെല്ലാം വരും. അപ്പം നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ വിശന്നിരിക്കുകയാണെങ്കിൽ 5:30ക്കുള്ള ഷോയ്ക്ക് 5:10 ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. 5:20 പെട്രോൾ ലാഭിക്കാനൊന്നും അല്ല കേട്ടോ. കൊള്ളാല്ലേ, പത്ര വരാതൊന്നും അല്ല പ്രതീക്ഷ. കൊള്ളാം, അടിപൊളി. വിസിൽ പോട്. ഹലോ എന്താ ബ്രോ, നേരത്തേക്ക് വരണ്ടേ? ഹായ്, ചെസ്റ്റ് നമ്പർ 1 ജിജോ. ആ വിപിനെ വിളിച്ചടാ. ബ്രോ വെൽക്കം ബാക്ക്. ന്യൂ ലൈഫ് ന്യൂ വ്ളോഗ്. ഫസ്റ്റ് ഫുഡ് വ്ളോഗിന്റെ BTS ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഫുഡ് വ്ളോഗ് അല്ല, ലൈഫ് സ്റ്റൈൽ വ്ളോഗായിട്ട് തുടങ്ങാൻ പോവാണ്. ഇവര് അയർലൻഡിന്റെ ഭീഷണിയായിട്ട് കേരളത്തിൽ നിന്ന് തുടങ്ങി, അവിടെ നിന്ന് തുടങ്ങുന്നതിന് മുമ്പായിട്ട്. എല്ലാ ഫുഡ് കഴിക്കുമ്പോഴും എന്നെ ഓർക്കുക. അല്ല, ഇന്ന് നിനക്ക് വേണ്ടിട്ടാ ഇത് വ്ളോഗ് ചെയ്യുന്നത്, നീ ഇല്ലല്ലോ. അപ്പൊ എന്തൊക്കെയാ ഇന്ന് നടന്നതെന്നൊക്കെ എപ്പോഴും വിളിച്ച് പറയണ്ട. അതുകൊണ്ട് ഞങ്ങള് ഫുൾ കാര്യങ്ങളൊക്കെ വ്ളോഗ് ചെയ്തങ്ങ് ഇടാം. ഓക്കെ, അപ്പൊ ചെന്നിട്ട് കാണാം. ഇന്നത്തെ നമ്മുടെ എങ്ങോട്ടാ സ്ഥലം എന്നറിയോ? ആസിഫെ ബിരിയാണി. വേൾഡ്സ് ബെസ്റ്റ് ബിരിയാണി എന്നൊക്കെ കൊടുത്തേക്കുന്ന ഒരു ടാഗ് ലൈൻ ആണോ? ഇത് അവര് കാണും ഹോട്ടലുകാർ. സീനാക്ക് ചുമ്മാ ഗൈസ്, വേൾഡ്സ് ബെസ്റ്റ് ബിരിയാണിയാണ്. അല്ല അതെ, നിന്റെ ചങ്കിന്റെ ബിജിന് അവിടെ കാണും. അവിടെ കോളേജിൽ നിന്ന് കറങ്ങുന്നുണ്ടോ? ഓക്കെ, അപ്പൊ നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം. കല്ലുംതാഴം ജംഗ്ഷനൊക്കെ നിങ്ങളെ കാണിച്ചു തരാം. കുറെ നാൾ കഴിഞ്ഞത് എന്താണ്, മേൽപ്പാലമൊക്കെ വരുമ്പോ വഴി മാറിയതൊക്കെ അറിയാനായിട്ട് കാണിക്കും. ഡോക്യുമെന്റ് ചെയ്തല്ല, ഒന്നും അറിയാൻ വയ്യല്ലേ. പെട്ടെന്നല്ലടാ ഇതൊക്കെ വന്നത്. വന്നിട്ട് ഇപ്പൊ അനക്കമില്ല. ഇത് മാത്രം കെട്ടി നിർത്തിട്ട് പോയാൽ മതി. വരുമ്പോഴത്തേക്ക് ആവുമല്ലോ, റെഡി ആവുമായിരിക്കും. അതെ. നമ്മുടെ ഇന്നത്തെ ഫുഡ് ബ്ലോഗ് കട ആസിഫെ, കൊല്ലം പോളൈറ്റ് റോഡ്, കുറുമ്പേൽ അവന്യൂ. ഇതാണ് സ്പോട്ട്. ആസിഫെ ബിരിയാണി. ഇപ്പൊ വീണാന വീഡിയോ എടുക്കുമ്പോ സ്ഥലമൊക്കെ പറഞ്ഞ കേട്ടോ. അപ്പോ ആസിഫയില് ഫസ്റ്റ് നമുക്കൊരു മീറ്റിംഗ് ഉണ്ട്. നിങ്ങളൊരു ഫുഡ് ബ്ലോഗിന്റെ ഫുൾ സെഷനാണ് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ കാണിക്കാം. മലയാളം പേര് പറ. മലയാളം ലൊക്കേഷൻ ഹണ്ടി. നോക്കട്ടെ, ലിസ്റ്റ് നോക്കട്ടെ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ലിസ്റ്റ് ഇട്ടിട്ടുള്ള ഐറ്റംസ് ഇത്രയാണ്. വ്ളോഗ് ഉണ്ട്. ഞങ്ങളുടെ ഫുഡ് വ്ളോഗിൽ വരാൻ താല്പര്യമുള്ളവരൊക്കെ ഈ വീഡിയോയ്ക്ക് താഴെ ഫുഡ് എന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, കൊല്ലത്തുള്ളവരാണെങ്കിൽ നിങ്ങളെ അടുത്ത വീഡിയോയിൽ കൊണ്ടുവന്നായിരിക്കും. പുതിനയില ഫുള്ള് വെള്ളത്തിലിട്ട് കുളിച്ചേക്കുന്ന നൈസ്. ഗൈസ്, ഇൻട്രോ നീ എടുക്കാൻ എന്ത് കണ്ട? എത്ര ഇൻട്രോ? വെറും 5 സെക്കൻഡിന് വേണ്ടിയിട്ടൊരു 10 ടേക്ക്, മിനിമം 10 ടേക്കാണ് ഇൻട്രോ എടുക്കുന്ന. വീഡിയോ എന്താ എടുക്കാൻ? അത് ഫുഡിന് വേണ്ടിയുള്ള വെയിറ്റിങ്ങിലാണ്. വലിയൊരു മെനു തന്നെ വരുന്നുണ്ട്. എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കും. ഫസ്റ്റ് പാർട്ട് ഓഫ് ഫുഡ് വ്ളോഗ്. ആദ്യം നമ്മുടെ ഫുഡെല്ലാം വരും. അപ്പോൾ നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ വിശന്നിരിക്കുകയാണെങ്കിൽ തന്നെ ഫുഡിൻ്റെ കുറച്ച് ഷോർട്സൊക്കെ എടുക്കാനായിട്ട് ഒരു 10-20 മിനിറ്റ് ഇങ്ങനെ വെയിറ്റ് ചെയ്യും. അപ്പോഴത്തേക്കും ഫുഡിൻ്റെ ചൂടൊക്കെ പോയിട്ട് ഒരുവിധമുള്ള ഫസ്റ്റത്തെ ഒരു കഴിക്കാനുള്ളൊരു സാധനം ഒന്ന് കുറയും. അത് നമുക്ക് വെയിറ്റ് ചെയ്യാം. ഓക്കെ, so we have chicken biryani, mutton biryani, prawns biryani, chicken lollipop, crab lollipop, fish. So we have chicken biryani, mutton biryani, prawns biryani, chicken lollipop, crab lollipop, fish finger and mutton cola and finally. So നമ്മുടെ chicken biryani, mutton biryani, prawns biryani, chicken lollipop, crab lollipop, fish. So chicken biryani, mutton biryani, prawns biryani, chicken lollipop, crab lollipop, fish finger and mutton cola finally. So chicken biryani, mutton biryani, prawns biryani, chicken lollipop, crab lollipop, fish finger and mutton cola finally. So chicken biryani, mutton biryani, prawns biryani, chicken lollipop, crab lollipop, fish finger and mutton cola finally. Chicken biryani, mutton biryani, prawns biryani, chicken lollipop, crab lollipop, fish finger, mutton cola, bread halwa and finally green apple strawberry mojito.
അങ്ങനെ നമ്മുടെ സെഷൻ അവസാനിച്ചിരിക്കുകയാണ്. അങ്ങനെ ഉണ്ടായിരുന്നു വയസ്സ്. ഇപ്പോൾ നമ്മുടെ ഫുഡ് ബ്ലോഗിലൊക്കെ നിങ്ങൾ കാണുന്ന പോലെ നോർമലി എല്ലാം ഒരാൾ തന്നെയല്ല കഴിക്കുന്നത്. ഇതുപോലെ 3-4 പേരൊക്കെ കൊണ്ടായിരിക്കും വരുന്നത്. പിന്നെ മെയിനായിട്ടും ഇതിപ്പോൾ നമുക്ക് കഴിക്കാവുന്നതേ ഉള്ളൂ. ഇതിൽ കൂടുതലാണെങ്കിൽ ആൾക്കാർ പാഴ്സൽ ചെയ്യും. ഇന്നത്തെ നമ്മളെ വ്ളോഗിൽ കുറച്ച് സ്പെഷ്യൽ അപ്പിയറൻസ് ഉണ്ട്. ആദിൽ ബ്രോസ്, പിന്നെ നബീൽ ബ്രോ. കൊല്ലത്തുള്ളവരൊക്കെ മിക്കവർക്കും അറിയായിരിക്കും. ബ്രാൻഡിങ് കിങ്സ് എന്നൊക്കെ പറയല്ലേ കൊല്ലത്തൊരു പുതിയ പ്രൊമോഷണൽ സ്ട്രാറ്റജീസ് ഒക്കെ ആയിട്ട് നമ്മളിവിടെ ഫുൾ ടൈം ടൈപ്പിലാണ് നിൽക്കുന്നത്. നമ്മുടെ മിക്ക വീഡിയോസിലും വ്ളോഗിലൊക്കെ ഇതുവരെ അവർക്ക് ടൈം ഉണ്ടെങ്കിൽ കാണിക്കുന്നതായിരിക്കും. ഓക്കെ, 5:30ക്കുള്ള ഷോയ്ക്ക് 5:10 ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. വളരെ പെട്ടെന്ന് എത്തുന്നതായിരിക്കും. Come on. Yes, വണ്ടി ഷിഫ്റ്റ് 5:20. Come on. പെട്രോൾ ലാഭിക്കാനൊന്നും അല്ല കേട്ടോ. കൊല്ലംകാര് ഞങ്ങള് തോന്നിയാണ് ഞങ്ങളെ ഒരു വൈബല്ലേ ഇത്. സ്ഥലമില്ല, പോവാലോ. 5:15 സമയമുണ്ട്. അപ്പൊ ഗോട്ട് എക്സ്പെക്ടേഷൻ എന്ന് വെച്ചാല് എന്തായാലും വിജയുടെ പടത്തിന് ഡാൻസ് ഒക്കെ കളിക്കാൻ, നോർമലി ഡാൻസ് ഒക്കെ കളിച്ചാണ് നമ്മൾ പടം കാണുന്നത്. ഈ പടത്തിന് ഡാൻസ് കളിക്കാൻ എന്തെങ്കിലും ഉണ്ടോ എന്നൊന്നും അറിയത്തില്ല. എന്തായാലും ഈ തിയേറ്ററിൽ ചെന്നിട്ട് കാണാം. ഞങ്ങൾ നമ്മുടെ തിയേറ്റർ JB സിനിമാസ്. യെസ് ഉള്ളാണല്ലേ? ഉള്ളല്ലേ? അപ്പോൾ നമ്മൾ സിനിമ കാണാൻ പോവുകയാണ്. ഇനി സ്ക്രീനിൽ 2 പേര് വരാനുണ്ട്. അപ്പോൾ ഒരുത്തണ്ടോ അവിടെ നിന്ന് വരുന്നു. കെ ഓക്കെ. അപ്പോർ ഗോഡ് തളപതി ടൈറ്റിൽ. ഓ, പുതിയ ആഡ്. 18 வயசு கைனி போடுவாரு. அது எங்க வாழ்க்கையில் மோசமான தாக்கத்தை ஏற்படுத்தும். എക്സ്ക്ലൂസീവ് ആയിട്ട് നിങ്ങൾക്ക് പുതിയ ആഡ് കാണിച്ചു തരാം. ഇളയ തളപതി തളപതി ആശുപത്രി മുഖം കൊണ്ട് വിസിൽ പോട്ടെ. കൊള്ളല്ലേ? പത്ര വരാതൊന്നും അല്ല പ്രതീക്ഷ. കൊള്ളാം, അടിപൊളി. വിസിൽ പോട്. അവരെവിടെ അങ്ങനെ ഗോട്ട് കണ്ടിറങ്ങിയിരിക്കുകയാണ്. ശരിക്കും നെഗറ്റീവ് ക്യാമ്പയിനാണിത്. പടം പറഞ്ഞത്ര വൻ നെഗറ്റീവായിട്ടൊന്നുമില്ല. ലാസ്റ്റത്തെ ബിഹൈൻഡ് ദ സീൻസ് ഒക്കെ കാണാൻ കൊള്ളാം. തളപതി ക്യൂട്ട്നെസ്, തളപതി ഫൺ എല്ലായിട്ടൊരു വിസിൽ പോട് പടമാണ്. എല്ലാവരും പോയി കാണുക. തളപതി ഫാൻസ് മസ്റ്റ് വാച്ച് ആണ്. വെളുപ്പിനൊക്കെ കണ്ടവർക്കാണ് കുറച്ച് ഓവർ എക്സ്പെക്ടേഷൻ ഒക്കെ വെച്ച് ഇച്ചിരി ഇതായത്. നമ്മുടെ വിജയാണ് ഇച്ചിരി ഒരു നെഗറ്റീവായിട്ട് തോന്നിയിട്ടുള്ളൂ. ബാക്കിയെല്ലാം പക്കയാണ് പടം. ഒരു അത്രയ്ക്ക് പക്കയൊന്നും ഇല്ല, എല്ലാവരും ഇഷ്ടപ്പെടണമെന്നില്ല. കുഴപ്പമില്ല, അത്രയ്ക്ക് പോറില്ല, കുഴപ്പമില്ല. ഒരേ ഒരു സീൻ മറ്റേ സ്റ്റേഡിയത്തില് ഏത് പാട്ടായിരുന്നു ഇടുന്നത്? അലമത്തി ഹബീബ് ഇടുന്ന ആ ഒരു സീനേ ഉള്ളൂ ഇച്ചിരി ഫാൻ മൊമെന്റ് ആയിട്ട് പറയാനുള്ളത്. തലയുണ്ട്, രജനീകാന്തിന്റെ ബീജമുണ്ട്. നല്ലൊരു പാട്ടെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഇത്ര ഇതാവില്ലായിരുന്നു. ബീജം കൊള്ളത്തില്ല, പാട്ടും. ബൈ പോട്ടെ. തളപതി രുസികൻ എങ്ങനെ ഉണ്ടായിരുന്നു പടം? എങ്ങനെ ഉണ്ടായിരുന്നു? എന്റെ അമ്മേ, അടിപൊളിയല്ലായിരുന്നു? നൈസായിരുന്നു. പക്ഷെ ആ പഴയ സ്റ്റേഡിയത്തിൽ കുറച്ച് പഴയ പാട്ടിന് വിജയ് 2 സ്റ്റെപ്പൊക്കെ ഇട്ടാ മതിയായിരുന്നല്ലേ? നൈസ്. പക്ഷെ അത് കൊള്ളാം. ആ ഇളയ തളപതി കൺസെപ്റ്റ് കൊള്ളാം. തലയുടെ ഒന്നും ഇല്ലായിരുന്നു, ആ ചെറിയ പോർഷനേ ഉള്ളായിരുന്നു. അതിനാ ഇത്ര അടിച്ചു വിട്ടത്.
നോട്ട് എവരി വൺസ് ഓഫ് എടാ ആ തലയല്ല ഇത് ധോണി തല, അതാണ് ഉദ്ദേശിച്ച റെഫറൻസ്. അല്ലല്ല മറ്റേ അജിത്തിനെ ഉദ്ദേശിച്ചു ആ ടൂണ് വിട്ടായിരുന്നു. അത് ഇച്ചിരി നേരം 2 സെക്കൻഡ് ആണ് ഉള്ളത്. നീ പറഞ്ഞ അജിത്തിന് ഡയലോഗ് ഉണ്ട്, അജിത്തിന്റെ വോയിസ് ഓവർ ഉണ്ടെന്ന് വിചാരിച്ചു. ഗൈസ്, അപ്പോൾ ഇതോടുകൂടി ഗോട്ടോട് കൂടി അവസാനിപ്പിച്ചിരിക്കുകയാണ് ഇന്നത്തെ വ്ളോഗ്. സോ സീ യു നെക്സ്റ്റ് വ്ളോഗ്. ബൈ.